आवृच्यार्तं सुमन्त्रं गुहमपि सुहृदं देवसन्दीर्य गङ्गां भारद्वाजं प्रशान्तद्विजकुलरमणीयाश्रमं प्राप्य भक्त्या आनम्याथो मुनीन्द्रं तमैरविसुतां चाथ सन्दीर्य नत्वा श्रीवाल्मीकिं मुनीनं हितकृदथ गिरौ ചിത്രകൂടേ വസസ്ത്വം. ഹേ ദേവ, അങ്ങ് പിന്നീട് ദുഃഖാകുലനായ സുമന്ത്രരോടും പ്രിയ സുഹൃത്തായ ഗുഹനോടും യാത്ര പറഞ്ഞ് ഗംഗയെ കടന്ന് പ്രശാന്തരായ പക്ഷികളാലും ബ്രാഹ്മണ ശ്രേഷ്ഠരാലും രമണീയമായ ഭരദ്വാജാശ്രമത്തെ ഭക്തിയോടുകൂടി പ്രാപിച്ചു. പിന്നെ ആ മഹർഷി ശ്രേഷ്ഠനെ നമസ്കരിച്ച് സൂര്യപുത്രിയായ യമുനാ നദിയെയും കടന്ന് ശ്രീ വാൽമീകി മഹർഷിയെ നമസ്കരിച്ച് മഹർഷിമാർക്ക് ഹിതത്തെ ചെയ്യുന്ന അങ്ങ് ചിത്രകൂട പർവ്വതത്തിൽ താമസിച്ചു. ഭരദ്വാജ മഹർഷിയുടെയും തുടർന്ന് വാൽമീകി മഹർഷിയുടെയും നിർദ്ദേശമനുസരിച്ചാണ് ചിത്രകൂടത്തിൽ പർണശാല കെട്ടി താമസിക്കുന്നത്. മുനീനാം ഹിതകൃത്, മഹർഷിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് തന്നെയാണ് ചിത്രകൂടവാസം സ്വീകരിച്ചത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.